നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. എന്നാൽ സഭയിൽ വരാതെ മുഖ്യമന്ത്രി. സ്ത്രീകളുടെയും കുട്ടികളുടെയും വകുപ്പ് വീണ ജോർജിനായതിനാൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാൻ വീണയെ ഏൽപ്പിച്ച് മുഖ്യൻ ഒഴിഞ്ഞുമാറി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നുവെന്ന് കെ രമ MLA ആരോപിച്ചു. പ്രശ്നം ലാഘവത്തോടെ എടുക്കുകയാണ്. മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയാത്തത് തന്നെ ഉദാഹരണമാണെന്നും അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച് കെ രമ പറഞ്ഞു. പൂച്ചക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നുവെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. 2 പ്രതികൾ അറസ്റ്റിലായി. കാലടി കോളേജിലെ പെൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്നും വീണ ജോർജ് പറഞ്ഞു. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വലിയ രീതിയിലുള്ള ഒരു മറുപടിയാണ് വീണ ജോർജ് നൽകിയത്. മന്ത്രി വീണ ജോർജിന്റെ വാക്കുകൾ കേൾക്കാം. സർ, ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട വിഷയം സ്ത്രീകളുടെയും അല്ലെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ചാണ്. സർ, ഇത് സംബന്ധിച്ച് ഒരു കാര്യം അസന്നിഗ്ധമായി ഉറപ്പിച്ചു പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇതിൽ സർക്കാരിന് ഒരു നിലപാടേ ഉള്ളൂ. അതേത് കേസാണെങ്കിലും ആ നിലപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ അതിക്രമം നടത്തുന്ന ഒരാളെയും സംരക്ഷിക്കില്ല. മുഖം നോക്കാതെ നടപടിയെടുക്കും. സർ, അതിൽ ഇവിടെ പരാമർശിച്ച കേസ് ബഹുമാനിയായ അരൂരംഗത്തിന്റെ മണ്ഡലത്തിലുള്ള കേസ് സർ, അതിൽ സർക്കാർ നടപടി സ്വീകരിച്ചു. അതിൽ കേസ് എടുത്തു പോലീസ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബഹുമാനിയായ പ്രമേയ അവതാരകയ്ക്ക് അന്വേഷിക്കാം. പ്രാദേശികമായി CPIM പാർട്ടി ഒരു കാരണവശാലും പ്രതികളെ പിന്തുണയ്ക്കുന്നില്ല. അവിടെ നടപടി എടുക്കണമെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. പോലീസിന്റേതായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് 2 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സർ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 29/6/2024 യൂണിവേഴ്സിറ്റിക്ക് പരാതി ലഭിക്കുന്നത്. ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റിക്ക് ഈ പരാതി കൈമാറുകയും ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി ആ പരാതിയിൽ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിൽ സർവകലാശാല നടപടി സ്വീകരിക്കും. 6/7/2024 പോലീസിന് പരാതി ലഭിച്ചത്, പെൺകുട്ടിയുടെ പരാതി ലഭിച്ചത്. ആ പരാതിയിന്മേലുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ്. സർ, അതുപോലെ തന്നെ KCA, അത് ബ്രിജിത് ഭൂഷന്റെ കേസിൽ സ്വീകരിച്ച നിലപാടല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചത്. സർ, അയാളെ അറസ്റ്റ് ചെയ്ത് അയാൾ റിമാൻഡിലാണ്. അയാൾക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല സർ, ഏറ്റവും അവസാനം കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവിടെ സ്വീകരിക്കുകയോ പൂമാലയിടുകയോ അല്ല സർ ചെയ്തത്. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പർട്ടിക്കുലർ കേസിൽ മാത്രമല്ല, അയാൾ ഇതിനു മുൻപ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷിക്കുന്നുണ്ട്. സർ, ഞാൻ അതിലേക്ക് വരാം. ആര് സംരക്ഷിച്ചു, ആര് സംരക്ഷിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം. സർ, ഇവിടെ നമ്മുടെ സർ, ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നാം കാണണം. സർ, എനിക്ക് പറയാനുള്ള സാഹചര്യം തരണം. സർ, ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ആർക്കും ഏത് സമയവും ആശ്രയിക്കാവുന്ന, പ്രശ്നപരിഹാരത്തിന് നിർഭയം കടന്നു ചെല്ലാവുന്ന ഇടങ്ങളായി നമ്മുടെ പോലീസ് സ്റ്റേഷൻ മാറി. അതുകൊണ്ടാണ് അത് വനിതാ സൗഹൃദവും ശിശു സൗഹൃദവുമായിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളായിട്ട് അത് മാറി. സർ, 14 വനിതാ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട്. സർ, ഓരോ പോലീസ് ജില്ലയിലും വനിതാ സെല്ലുകളുണ്ട്. സർ, ഞാൻ പോക്സോ കോടതികൾ ഉൾപ്പെടെയുള്ളവയുടെ കാര്യം പറഞ്ഞു. 56 പോക്സോ കോടതികൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കൂടി നടത്തിയ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോക്സോ കോടതികൾ, അത് സ്പീഡി ട്രയൽ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സർ, ഒരു കുഞ്ഞ് 7 വയസ്സിലോ 8 വയസ്സിലോ അത് കടന്നു പോകുന്ന അതിദാരുണമായിട്ടുള്ള അനുഭവങ്ങൾ 19ഉം 20ഉം വയസ്സിന് ശേഷം ഒരു കോടതിയുടെ മുൻപാകെ ചെന്ന് വീണ്ടും ഓർത്തെടുക്കുന്നത് വീണ്ടും പീഡനത്തിന് തുല്യമാണ്. സർ, അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പോക്സോ കോടതികളുടെ എണ്ണം കൂട്ടിയത്. അതിൽ കുഞ്ഞുങ്ങൾ ആ കോടതി മുറികളിൽ പോകണ്ട, ഓൺലൈനായിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ. ആ സാഹചര്യത്തിൽ പ്രതിയെ വീണ്ടും മുഖാമുഖം ഈ കുഞ്ഞുങ്ങൾ കാണുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇത് സർക്കാരിന്റെ കാഴ്ചപ്പാടാണ്. സർ, അതുകൊണ്ടാണ് ആ രീതിയിലുള്ള കോടതികൾ സംസ്ഥാനത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. സർ, അതിനു വേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യ വികസനം, വനിതാ ശിശു വികസന വകുപ്പ് ഉൾപ്പെടെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് പോക്സോ കോടതികൾ ആ രീതിയിൽ ആധുനിക രീതിയിൽ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. സർ, ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനമാണ് സർ കേരളം. അതിലൊരു സംശയവും വേണ്ട. നമ്മൾ ഫാക്ച്വൽ ചെക്ക് നടക്കണം. ഇതോടൊപ്പം മതനിരപേക്ഷതയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ പോലീസിന്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം സാധിച്ചിട്ടുണ്ട്. സർ, 8 വർഷത്തിൽ, ഈ കഴിഞ്ഞ 8 വർഷം സംസ്ഥാനത്ത് വർഗീയ സംഘർഷങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കൊപ്പം നിങ്ങൾക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. സർ, കേരളത്തിന് അഭിമാനിക്കാവുന്ന കാര്യമാണ്. സർ, കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്തു.
പഴുതടച്ച കേസ് അന്വേഷണ പ്രക്രിയയും പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കുക വഴിയും ഒരിക്കലും തെളിയില്ലെന്ന് കരുതിയ കേസുകൾ തെളിയിക്കാനായി സമീപകാലത്ത് സാർ നമ്മുടെ മുന്നിൽ ഒരു കേസുണ്ടല്ലോ, മാന്നാറിലെ കേസ്. സാർ, ആ കേസിൽ ആലപ്പുഴ മാന്നാറിൽ ദേഹോപദ്രവവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ പ്രതിയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ 15 വർഷം മുൻപ് കാണാതായ യുവതിയാണ് കൊല്ലപ്പെട്ടതായി പോലീസിന് വിവരം ലഭിച്ചത്. സാർ, തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഭർത്തൃവീട്ടിൽ വെച്ച് ഭർത്താവും കൂട്ടാളികളുമായി ചേർന്ന് യുവതിയെ കൊലപ്പെടുത്തിയതായി വിവരം ലഭിച്ചു. എന്നാൽ ഈ യുവതി വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരാളോടൊപ്പം നാടുവിട്ടു പോയതാണ് ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചിരുന്നത്. പോലീസിന് ലഭിച്ച വിവരങ്ങളെ തുടർന്ന് കേസ് ഊർജിതമായിട്ട് സാർ പോലീസ് അന്വേഷിച്ചു വരികയാണ്. സാർ, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ വനിതാ ശിശു വികസന വകുപ്പും ഒട്ടനേകം പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. സാർ, വീടിനുള്ളിലും പൊതു ഇടങ്ങളിലും സ്ത്രീക്ക് സംരക്ഷണം നൽകുക എന്നത് കണക്കിലെടുത്തുള്ള പദ്ധതികളാണ് പോലീസ് ആവിഷ്കരിക്കുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ അതീവ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയും പരാതികളിൽ ഇരയുടെ ഭാഗത്തു നിന്നുകൊണ്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന സമീപനമാണ് പോലീസിനുള്ളത്. സാർ, സ്ത്രീ സുരക്ഷയ്ക്കായി അപരാജിത, പിങ്ക് പോലീസ്, നിഴൽ, വനിതാ സ്വയം പ്രതിരോധ സംഘം, വനിതാ ബീച്ച് തുടങ്ങിയ ഒട്ടനവധി പദ്ധതികളുണ്ട്. അതിൽ തന്നെ പിങ്ക് പെട്രോൾ, പിങ്ക് ജനമൈത്രി, പിങ്ക് കൺട്രോൾ റൂം, പിങ്ക് ഷാഡോ, പിങ്ക് റോമിയോ കൌൺസിലിംഗ് സംവിധാനം, മൊബൈൽ ആപ്പുകൾ തുടങ്ങി 10 കമ്പോണന്റ്സ് ഉൾപ്പെടുന്നതാണ് സാർ പിങ്ക് പോലീസ്, പിങ്ക് പ്രൊട്ടക്ഷൻ പദ്ധതി. കഴിഞ്ഞ ദിവസം ഈ സഭയിൽ തന്നെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞിരുന്നു. സാർ, പോലീസ് സേനയിലെ വനിതാ സാന്നിധ്യം കൂട്ടുകയാണ്. അത് 15% തൊട്ടടുത്ത് തന്നെ നമ്മൾ എത്തുകയാണ്. എവിടെ നിന്നാണ് 2-3% നിന്നാണ് 15% 8 വർഷം കൊണ്ട് എത്തുന്നത്. സാർ, പോലീസ് സേനയിലെ വനിതാ സാന്നിധ്യം കൂട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ രീതിയിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വലിയ വിഭാഗത്തെ ആ സമൂഹത്തിൽ കൂടുതലായി ഉണ്ടാക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം കൂടി കണ്ടുകൊണ്ടാണ്. സാർ, പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൂടി ഇതിന്റെ ഭാഗമായി പോലീസ് സേനയിൽ നടക്കുന്നുണ്ട്. സാർ, സൈബർ ലോകത്തും സ്ത്രീകൾക്ക് വ്യാപകമായി ചൂഷണത്തിന് സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. അത്തരം ചതിക്കുഴികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നതിനൊപ്പം അപകടങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും മൊബൈൽ ആപ്പുകളൊക്കെ തന്നെ സാർ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. സാർ, വനിതാ ശിശു വികസന വകുപ്പിന്റേതായി 14 ജില്ലകളിലും വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർമാരെ 2005 നിയമപ്രകാരം നിയമിച്ചിട്ടുണ്ട്. അതുകൂടാതെ 14 ജില്ലകളിൽ 90 സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകളാണ് സാർ പ്രവർത്തിച്ചു വരുന്നത്. ഈ വർഷം 11 സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകൾ കൂടുതലായി ആരംഭിക്കാൻ പോവുകയാണ്. ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതുമാത്രമല്ല, സൗജന്യമായ നിയമസഹായം, സൗജന്യമായ താമസം, മറ്റ് കൗൺസിലിംഗ്, ഇതെല്ലാം അനുബന്ധമായി ഇരയാകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആദരവുകളും നൽകിക്കൊണ്ട് സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് പ്രൈവസി ഉറപ്പാക്കിക്കൊണ്ടുള്ള എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ സ്വാതന്ത്ര്യ ഉജ്ജ്വല പദ്ധതി, ആഫ്റ്റർ കെയർ ഹോം, മഹിളാ മന്ദിരങ്ങൾ, 12 ജില്ലകളിൽ മഹിളാ മന്ദിരങ്ങളുണ്ട്, ഫാമിലി കൗൺസിലിംഗ് സെന്ററുകൾ, വനിതാ സഹായ കേന്ദ്രങ്ങൾ, സഖി വൺ സ്റ്റോപ്പ് സെന്റർ, അതിൽ പോലീസിന്റെ സഹായമുണ്ട്. സാർ, സ്ത്രീധന നിരോധന ഓഫീസർ നമ്മൾ പുതുതായി ആക്ടിൽ അമെന്റ്മെന്റ് വരുത്തിക്കൊണ്ടാണ് സാർ ഡയറക്ടറാണ് സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഡൗറിക്കെതിരെയുള്ളത്. 14 ജില്ലകളിലും ജില്ലാ ഓഫീസർമാരെ ആ രീതിയിൽ നിയമിച്ചിട്ടുണ്ട്. ഷോർട്ട് സ്റ്റേ ഹോം, ഹെൽപ്പ് ലൈൻ 181, മിത്ര തുടങ്ങി ഒട്ടനകം പദ്ധതികൾ സാർ വനിതാ ശിശു വികസന വകുപ്പിന്റേതായി ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. സാർ, എനിക്ക് ഒരു കാര്യം മാത്രമേ ഈ സഭയോട് പറയുവാനുള്ളൂ. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും എതിരെ അതിക്രമം നടത്തുന്നത് ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കാനുള്ള ആർജവം ഉണ്ടാകണം എന്നുള്ളതാണ് സാർ എനിക്ക് പറയാനുണ്ട്.